ഇത് ഒരു എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലർക്ക് വലിയ പ്രയാസവും പേടിയൊന്നും തോന്നത്തില്ല. നമ്മൾ ഹോസ്പിറ്റൽ ജീവിതം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ വല്ലാണ്ടാക്കുന്ന ഒരു സമയമാണ്. ചിലർ പറയും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അസുഖം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയും. ഹോസ്പിറ്റലിലെ ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇപ്പം മാസങ്ങളോളം ഹോസ്പിറ്റലിൽ, അത് സർക്കാരിൻ്റെ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓണമായാലും വിഷുവായാലും എല്ലാം ഹോസ്പിറ്റലിലായിരിക്കും അവർ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പേടിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് വയ്യെങ്കിൽ നമുക്ക് കൂടെ പോയിരിക്കാൻ അങ്ങനെയുള്ളതല്ല. എനിക്കെന്തെങ്കിലും ഒരു വയ്യാഴ്ക വന്നാൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്? ആ സൂചിയാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായി. പിറ്റേ ദിവസം സർജറിയാണ്. അപ്പം തലേ ദിവസം നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പം 2-3 ദിവസത്തേക്ക് മുമ്പ് ഇത്രാം തീയതിയാണ് എന്ന് നമുക്കൊരു അറിവ് കിട്ടുമല്ലോ, ഡേറ്റൊക്കെ തന്നു. അപ്പോൾ തൊട്ട് എനിക്കറിയാം, എൻ്റെ മനസ്സിന് നന്നായിട്ടറിയാം, നല്ല പേടിയാണ്. ഒന്നാമത്തെ കാര്യം ഈ സൂചിയാണ് ഏറ്റവും പേടിയുള്ള കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഞാൻ ഈ ഡെലിവറിക്കൊക്കെ പോകുന്നവരുടെ പേടിയും ടെൻഷനും കാണുമ്പോൾ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഏറ്റവും ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ഭാഗ്യമുണ്ട്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അപ്പം നിസ്സാരമായിട്ട് തോന്നുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുക. എനിക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ വേദനകളൊക്കെ ചെറുതാണ് എന്ന് കരുതുക. പേടികളൊക്കെ മാറ്റി വയ്ക്കുക. എന്തായാലും നമ്മൾ ഈ പേടിക്കുന്ന കാര്യത്തെ നമ്മൾ നേരിടേണ്ടി വരും. കയ്യിൽ സൂചി കയറ്റില്ലേ, അതാണ് എനിക്ക് ഏറ്റവും പേടി. ഇഞ്ചക്ഷനൊക്കെ പിന്നെ ഈ നീഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതുവഴിയാണല്ലോ, പുറമേയുള്ള ഇഞ്ചക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അയ്യോ, അപ്പം ഞാൻ നേരത്തെ തൊട്ട് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും, ഇങ്ങനെയൊക്കെയുള്ള വേദനകളായിരിക്കും, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ഇപ്പം നാളെ സർജറി ആണെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കടമ്പയാണ്. എന്നെ സംബന്ധിച്ചുള്ള കാര്യം മിക്കവാർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. കാരണം നമുക്ക് അന്നത്തെ ഉറക്കം ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ആലോചനകൾ. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ടെസ്റ്റ് ഡോസിന് ഇഞ്ചക്ഷനും മരുന്നുകളും അത് ഇത് എന്ന് പറഞ്ഞിട്ട് മൊത്തം ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിനെല്ലാം ബ്ലഡ് എടുപ്പും ഇതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിനെ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ തലേദിവസം ഒരു വലിയൊരു ലിസ്റ്റ് കൊണ്ട് തരും. അത് പ്രകാരം ആദ്യം ബ്ലഡ് ടെസ്റ്റ് ആണല്ലോ. അവിടെ നമ്മുടെ ലാബിലോട്ട് ചെല്ലുമ്പം നോക്കിയപ്പോൾ ആ സൂചി, ആ സിറിഞ്ചും കൂടെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ ദൈവമേ, ഇത്രയും രക്തം എൻ്റെ അടുത്തുനിന്ന് എടുക്കുമല്ലോ എന്നായിരുന്നു വലിയ ഒരു സൂചി. അപ്പോൾ എന്താ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലുള്ള ടെസ്റ്റുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ബ്ലഡ് ധാരാളം വേണം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെയും കൊണ്ട് ആര് പോയാലും അവർക്കൊരു പണി ഞാൻ കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇച്ചിരി നേരം അവിടെ കിറങ്ങിയിരിക്കും. ചിലപ്പോഴൊക്കെ കണ്ണിൽ കൂടി ഇരുട്ടൊക്കെ ഇങ്ങനെ കിറങ്ങി അവസ്ഥ. അതെപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹസ്ബൻഡ് പറയും, എൻ്റെ ഒരു ആക്ഷനൊക്കെ കാണാൻ തുടങ്ങി എന്ന് പറയും. ആരെങ്കിലും അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, പേടി കൊണ്ടാണ് എന്ന് പുള്ളിക്കാരൻ്റെ അപ്പം പറഞ്ഞു കൊടുക്കും. ഞാനെന്തായാലും പേടിക്കും എന്നുള്ള കാര്യത്തിലേക്ക്. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് അപ്പം നമുക്ക് ഫുഡിനൊക്കെ നിയന്ത്രണം ഉണ്ടല്ലോ. ഇത്ര മണി വരെ കഴിക്കാവുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ഇത്ര മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കുടിക്കില്ല. പിന്നെ അവർ ട്രിപ്പ് ഇടുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള ഇത് എന്താണെന്ന് പറഞ്ഞാലും ആ ഒരു ദിവസത്തെ ഒരു മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്. ഞാനപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും പ്രായമൊക്കെ അല്ലേ, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിച്ച് ഇത് ചെയ്യാൻ പാടില്ല. നമ്മളൊരു നല്ല കാര്യത്തിനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും. ഞാനിത് നേരിടും. എനിക്ക് എന്തായാലും എൻ്റെ കുഞ്ഞിനെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഏതായാലും കുഞ്ഞിനെ കിട്ടുമോ? ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും.
ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിനെ ഞാനങ്ങ് കീഴ്പ്പെടുത്തി വെച്ചേതു. ചില സമയത്ത് അതിന് ഇച്ചിരി പ്രശ്നമുണ്ടാകും. അത് ഓരോരുത്തർ, കാരണം നമ്മൾ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ തലേ ദിവസം നമുക്ക് വാർഡിലേ തരത്തുള്ളൂ, പിന്നെ പിറ്റേ ദിവസം കഴിയുമ്പോഴേ നമുക്ക് റൂമാക്കി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. വാർഡിലാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടല്ലോ, പല ഇതിലുള്ള ആളുകളും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ നമ്മൾ മനസ്സിങ്ങനെ ക്യാച്ച് ചെയ്യും. ഭയങ്കര ഫീലിങ്സാണ്. എന്താകും, എങ്ങനെയാണ് നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് പതുക്കെ നമ്മളോട് ഓരോന്ന് പറയാൻ തുടങ്ങും. നമുക്ക് സംശയങ്ങൾ തുടങ്ങും. പിന്നെയും നമ്മൾ മനസ്സിനെ അടക്കി വയ്ക്കും. അങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ടാണ് ആ ഒരു ദിവസം. അതിൻ്റെ കൂടെ AC ആണ് ആ വാർഡെങ്കിലും നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ കുറച്ച് കൊതുകുകളുമുണ്ട്. ഉറക്കമൊന്നും ശരി, ഇടയ്ക്കൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങനെ ഉണ്ടോ. അപ്പോൾ 12 മണിക്ക് ശേഷം വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ 12 മണിക്ക് മുമ്പ് വെള്ളമെല്ലാം കൂടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനം. നമ്മൾ കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് ആ സമയം കഴിയുമ്പോൾ നമുക്കങ്ങ് ദാഹമായിരിക്കും, ഭയങ്കര ദാഹം. അങ്ങനെയായിരുന്നു. അപ്പം അതും നമ്മളപ്പം മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എല്ലാം അടച്ച് പൂട്ടിയിട്ടേപോലെ. എനിക്കാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ മനസ്സിൻ്റെ ചിന്ത കൂടിക്കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ അടച്ചു കൂട്ടിയിടുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒരു വെപ്രാളം തോന്നും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. ഞാൻ എൻ്റെ മനസ്സിന് ശരിക്കും, കാരണം ഞാൻ അപ്പോൾ ഈ കൊറോണയുടെയൊക്കെ ഒരു വാങ്ങലുള്ള സമയമാണ്. വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ഞാൻ അമ്മ, അപ്പം ആരെയും അങ്ങനെ കൂടുതൽ നിർത്തില്ലല്ലോ. ഹസ്ബൻഡിൻ്റെ അമ്മയും. അപ്പം നമുക്ക് വെളിയിൽ റൂമുണ്ട്, അവരവിടെ പോയി വരും, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാനും അമ്മയാണുള്ളത്. അപ്പം അമ്മയ്ക്ക് പൊതുവെ എല്ലാത്തിനും പേടിയുള്ള കൂട്ടത്തിലാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിമ്മായി കഴിഞ്ഞാൽ അത് അമ്മയെ ശരിക്കും ബാധിക്കും. അപ്പം അത് അമ്മയെ ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. അപ്പം പലതും അമ്മയോടൊന്നും പറയാതെ, അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്നും നിന്ന് കൊടുക്കില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ചില കാര്യങ്ങളിൽ അറിയില്ല, ആ ഒരു പേടി. കാരണം ഞാൻ പറഞ്ഞ അമ്മ എന്തിനാണ് പേടിക്കുന്നത്? അപ്പം എൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി ധൈര്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും ഞാൻ കൊടുക്കണം. എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി നിർത്തണം, അല്ലെങ്കിൽ ഞാൻ തറക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്താണ് ഇവിടെ പോകുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ടൈം ഇത്ര മണിയാന്ന് പറയുമ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് വരുന്നില്ല. അപ്പോൾ രാവിലെ തൊട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഇപ്പം വിളിക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം കുറേ ഈ നൂലാമാലകളും കാര്യങ്ങളും ഒക്കെ പറച്ചിലും, നമ്മുടെ ഒരു വയ്യാഴിക, വെള്ളം കുടിക്കാതിരിക്കുന്നു, എല്ലാം കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവിടെ എത്തിയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഏതോ ഒരു ലോകത്ത് എന്നെ സംബന്ധിച്ച് എന്തോ ഒരു ലോകത്ത് ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ അവർക്ക് തിയേറ്ററിലൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം എത്ര സർജറീസൊക്കെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരും ഒരേപോലെ തന്നെ. നമ്മളിച്ചിരി പേടി കാണിച്ചാൽ അവർക്ക് ഇച്ചിരി ദേഷ്യം കൂടുമെന്നേ ഉള്ളൂ. അപ്പോൾ ശരി, നമ്മളോട് പറയും ചരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ മുകളിലേക്ക് അമർത്തിപ്പം അത് നട്ടലിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അനസ്തേഷ്യ. അങ്ങനെ ഞാനാണെങ്കിൽ അയ്യോ, അപ്പം നമ്മളോട് പറയും അനസ്തേഷ്യ, നട്ടൽ കുത്തട്ടെ, കുത്ത്. ഞാനപ്പം എനിക്ക് സ്ഥലകാല ബോധം ആ സമയത്ത് ഉണ്ടാവില്ല. ആ ഒരു എത്ര മനസ്സിനെന്ന് വെച്ചാലും ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് ഒച്ച വയ്ക്കും, ചെറുതായിട്ടെങ്കിലും ആണെങ്കിലും വെച്ചിരിക്കും. അതിൽ എനിക്ക് ഒരു നാണക്കേടും തോന്നാറില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഫീലിംഗ് ആണത്. എൻ്റെ ശരീരത്തിൽ ആ സൂചി കയറുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം, വേദനയുള്ള കാര്യമാണ്. അപ്പം ഞാൻ കരയും. അതിനെനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ വെക്കും. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു അത് കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ആ അനസ്തേഷ്യയുടെ എഫക്റ്റ് അങ്ങോട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഏതോ സ്വർഗ്ഗലോകത്തോട്ടൊക്കെ ഞാനിങ്ങനെ പോകുന്നത് പോലെ തോന്നും. വല്ലാത്തൊരു എഫക്റ്റാണ്. പിന്നെ എന്തൊക്കെയാണ് അവർ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രതികരണമില്ല. അതിൻ്റെ കൂടെ ഈ മരുന്നിൻ്റെ ഇതുകൊണ്ട് എനിക്ക് വൊമിറ്റിംഗ് ഉണ്ടായി. അതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു കാരണം നമുക്ക് വൊമിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആക്ഷനിൽ കാണിക്കുന്നുണ്ട്.
മറക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളെ നോക്കുന്നുണ്ട്. ഒക്കെ ഓർമ്മയുണ്ട്, എല്ലാം കുറേയൊക്കെ ഓർമ്മയുണ്ട്. ബാക്കി നമുക്ക് അടുത്തതിൽ.